ആചാര്യനുമായി എനിക്ക് ഒരുപാട് വർഷക്കാലത്ത് ബന്ധമുള്ള ആളാണ്. ആചാര്യനെക്കുറിച്ച് എന്നോട് പറഞ്ഞത് സമാധി അടഞ്ഞ സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജാണ്. ഞാനൊരു പൊതുരംഗത്തുള്ള വ്യക്തിയാണെങ്കിലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും ഞാൻ തികഞ്ഞൊരു വിശ്വാസിയാണ്. സോമയാഗവും അതിരാത്രവും സംഘടിപ്പിക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. വേദങ്ങൾ എല്ലാവർക്കും പഠിക്കാം. 10,000-കണക്കിന് ശിഷ്യസമ്പത്തുകളെ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വന്നാൽ അവിടെയാണ് ആചാര്യന്റെ പ്രത്യേകതയും ആ ഒരു മനസ്സും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഞാൻ അദ്ദേഹത്തിൽ പൂർണ്ണമായും മനസ്സ് സമർപ്പിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. ആചാര്യൻ ശ്രീ M.R. രാജേഷിന് ഇന്നിവിടെ കോഴിക്കോട് പൗരാവലി നൽകിയിട്ടുള്ള ഈ ഒരു സ്വീകരണത്തിൽ സംബന്ധിക്കാൻ ക്ഷണിച്ചതിൻ്റെ സംഘാടക സമിതിയോട് ഞാൻ ആദ്യമായി എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ആചാര്യനുമായി എനിക്ക് ഒരുപാട് വർഷക്കാലത്ത് ബന്ധമുള്ള ആളാണ്. ആചാര്യനെക്കുറിച്ച് എന്നോട് പറഞ്ഞത് സമാധി അടഞ്ഞ സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജാണ്. പിന്നീടാണ് ഞാൻ അറിഞ്ഞ് ഇവർ തമ്മിൽ അത്രമേൽ അടുപ്പമുണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു. അതുപോലെ വിവിധ പ്രദേശങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിരുന്നു എന്നൊക്കെ സ്വാമിജികൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഞാൻ ആചാര്യനെ കാണാൻ അവസരമുണ്ടായത്. ആചാര്യനുമായി കണ്ടതിന് ശേഷം ഞാൻ ഈ ആശ്രമവുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. ഞാനൊരു പൊതുരംഗത്തുള്ള വ്യക്തിയാണെങ്കിലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും ഞാൻ തികഞ്ഞൊരു വിശ്വാസിയാണ്. വിശ്വാസി എന്ന് പറയുന്നത് എനിക്കൊരു മടിയുമില്ല, അഭിമാനബോധം മാത്രമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് പിന്നെയുള്ള എല്ലാ കാലങ്ങളിലും പ്രത്യേകിച്ച് 2 യാഗങ്ങൾ സോമയാഗവും അതിരാത്രവും സംഘടിപ്പിക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. ഇത് ആചാര്യൻ്റെ ഏതെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയില്ല, മറിച്ച് ഒരു സമൂഹത്തിന് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ നാടിന് വേണ്ടി, നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട 2 യാഗങ്ങളാണ്. ആദ്യത്തെ യാഗത്തിൻ്റെ ചെയർമാൻ ഞാനായിരുന്നു, സോമയാഗത്തിൻ്റെ. എനിക്കൊന്നൊരു 10-12 ലക്ഷം പേർ അന്ന് സോമയാഗത്തിൽ സംബന്ധിക്കുമുണ്ടായി. അതിനുശേഷമാണ് പിന്നീട് ഇപ്പോൾ മറ്റൊരു യാഗം സംഘടിപ്പിച്ച്. ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകുമായിരിക്കാം. പക്ഷേ ഇവിടെ ഒരു ബാഹ്യമായ ഭൗതിക ലോകത്തിനപ്പുറം സ്വന്തം ആന്തരികമായ അന്വേഷണത്തെയും പ്രപഞ്ച സത്യങ്ങളെയും കുറിച്ചുള്ള അന്വേഷണമാണ് ആധ്യാത്മികതയെന്ന് നമ്മെ പഠിപ്പിച്ച, നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ആചാര്യനാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു എന്ന വസ്തുത നമ്മൾ ഓർക്കണം. ഇപ്പം നേരത്തെ ശ്രീ ജയന്തി സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ വേദങ്ങളെക്കുറിച്ച് ആർക്കും അറിയില്ല. എന്താണ് വേദം? വേദം ഈ കാണുന്നവർക്ക് പഠിക്കാൻ പറ്റുമോ? അങ്ങനൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ വേദങ്ങൾ ലളിതമായ രീതിയിൽ ആളുടെ മനസ്സുകളിൽ എത്തിക്കാൻ, അവരെ പഠിപ്പിക്കാൻ, വേദങ്ങൾ എല്ലാവർക്കും പഠിക്കാൻ കഴിയാത്തവരാരുമില്ല എന്നർത്ഥത്തിൽ 10,000-കണക്കിന് ശിഷ്യസമ്പത്തുകളെ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വന്നാൽ അവിടെയാണ് ആചാര്യൻ്റെ പ്രത്യേകതയും ആചാര്യരുടെ ആ ഒരു മനസ്സും നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. അതുകൊണ്ട് ആചാര്യനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ തീർത്തും പറയാം. ഞാൻ അദ്ദേഹത്തിൽ പൂർണ്ണമായും മനസ്സ് സമർപ്പിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ട. ഞാൻ എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നന്മണ്ടയിലുള്ള ഇല്ലത്ത് പോയിട്ടാണ് അനുഗ്രഹം വാങ്ങി നോമിനേഷൻ കൊടുക്കാണ്ടി പോയത്. അന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ആ കാര്യം പറയുമ്പോൾ എനിക്ക് പോലും ബോധ്യമുണ്ടായിട്ടില്ല. കാരണം അത് സാധിക്കുമോ അല്ലെങ്കിൽ അനുകൂലമാകുമോ എന്ന് എനിക്ക് പോലും സംശയമുണ്ടായ സമയമാണ്. പക്ഷേ അന്ന് ആചാര്യൻ പറഞ്ഞത്, ഒരു സംശയം വേണ്ട,
നിങ്ങളിത് അതിജീവിക്കും എന്നാണ് എന്നോട് ഉപയോഗിച്ചൊരു ഭാഷ. അത് വളരെ കൃത്യമായി നടന്നു എന്നുള്ളതാണ്. എനിക്ക് പ്രത്യേകിച്ച് ഈ മനസ്സാണല്ലോ മനുഷ്യനെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം, വസ്ത്രമല്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഒരു മനുഷ്യ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള മനുഷ്യ സ്നേഹം എന്താണ്? ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്കറിയാം എന്താണ്. രണ്ട് കാര്യമുണ്ടാകണം. ഒന്ന് സന്തോഷം, ഒന്ന് സമാധാനം. ഇത് രണ്ടുമാണ് വ്യക്തിയാണെങ്കിലും കുടുംബമാണെങ്കിലും സമൂഹമാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും ലോകമാണെങ്കിലും ആവശ്യമായിട്ടുള്ളത്. ഇതാണ് സത്യം പറഞ്ഞാൽ ആചാര്യർ പഠിപ്പിക്കുന്നതും ഇത് മാത്രമാണ്. അല്ലാതെ മറ്റേതെങ്കിലും മതങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് മതങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം, മതം ലൗകികമായ ഒരു കൂട്ടം വിശ്വാസ പ്രമാണങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് മതം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആധ്യാത്മികം എന്ന് പറയുന്നത് ഒരു അന്വേഷണമാണ്. ആ അന്വേഷണമാണ് ആചാര്യർ ആരംഭിച്ചിട്ടുള്ളത്. ആ അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് 2 യാഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മനസ്സിൻ്റെ ആളുകളുടെ മനസ്സുകൾ പഠിക്കാൻ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം, ഒരു കുടുംബം എന്തായിരിക്കണം, എങ്ങനെ ജീവിക്കണം, മറ്റുള്ളവരോട് എങ്ങനെ ബഹുമാനം കാണിക്കണം, ലളിതമായ രീതിയിൽ വേദങ്ങളിലൂടെ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ മനുഷ്യനുണ്ടെങ്കിൽ കോഴിക്കോട്, അത് ആചാര്യർ M.R. രാജേഷാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരുണ്ടാകില്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ, എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ പറയുന്ന മറ്റൊന്നും പറ്റിയല്ല, മറിച്ച് ഞാൻ പറഞ്ഞ പോലെ 82 വരെ ഞാൻ വിശ്വാസിയല്ലായിരുന്നു. 82 വരെ ഞാൻ അവിശ്വാസിയും നിരീശ്വരമായി ചിന്തിക്കുന്ന ആളുമാണ്. കാരണം എൻ്റെ വീട്ടിൽ പോലും എനിക്ക് ഒരു ക്ഷേത്രമുണ്ട്, അമ്പലമുണ്ട്. ഞാൻ അവിടെ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരാളാണ്. പക്ഷേ 82 മുതലാണ് എനിക്ക് എൻ്റെ പ്രവർത്തനങ്ങളിലും എൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിലും എനിക്കൊരു മാറ്റം അനുഭവപ്പെട്ടത്. എനിക്കൊരു ആധ്യാത്മികമായ ചിന്ത തന്നെയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച്, കുടുംബത്തെ സംബന്ധിച്ച്, നിങ്ങൾ കുടുംബമായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം, ആധ്യാത്മികത അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്കും ഒരു മാറ്റമുണ്ടായത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം എന്തുകൊണ്ട് എങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ അത് എഴുതുമ്പോൾ എഴുതാനാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാനിപ്പോൾ പുറത്ത് പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതിലൂടെയാണ് ഞാനൊരു വിശ്വാസിയെ തീർന്നത്. ഞാൻ 32 വർഷങ്ങൾ ശബരിമലക്ക് പോയ ഒരാളാണ്. അതെൻ്റെ വിശ്വാസമാണ്. എൻ്റെ വിശ്വാസമാണ് എനിക്ക് വലുത്. ഞാൻ എല്ലാ ക്ഷേത്രങ്ങളും പോകുന്ന ഒരാളാണ്. അതാരെയും ബോധ്യപ്പെടുത്താൻ പോകുന്ന ആളല്ല. വേഷം കുട്ടി തുള്ളാനും പോകാറില്ല. ആരും അറിയാതെ പോയി തൊഴുതു വരുന്ന ഒരാളാണ് ഞാൻ. വാർത്ത വരാനും നിൽക്കാറില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് ഞാൻ പറഞ്ഞ ആചാര്യരെ പോലെ ഒരാൾ നമുക്കുണ്ടായി എന്നുള്ളത് ഒരു മഹാഭാഗ്യമായി കാണുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം അല്ലെങ്കിൽ ഇത് അന്യം നിന്ന് നമുക്ക് സംശയം നിങ്ങൾക്ക് വേണ്ട. ഇതാരെ പഠിപ്പിക്കാൻ ആര് സമയം കണ്ടെത്തും, ആര് മെനക്കെടും? ഇങ്ങനൊരു ജോലി ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? ഇതൊരു സാഹസികമല്ലേ എന്ന് ചിന്തിച്ചവരുണ്ട്. പക്ഷേ എല്ലാ സാഹസികതയും അതിജീവിക്കാൻ കഴിയുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമ, അതല്ലെങ്കിൽ ആളുകളെ കൂടെ നിർത്തി എന്താണ് വേദങ്ങൾ, എന്താണ് ആധ്യാത്മികത, എന്താണ് വിശ്വാസം എന്ന് കൃത്യമായി എത്തിക്കാനും ഒരു നല്ല മനസ്സോടുകൂടി ആളുകളെ ഒരുമിച്ച് നിർത്തി നല്ല മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആചാര്യർ മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിൽ വരാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഞാൻ പലപ്പോഴത്തെ വിളിക്കാറുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നത് പൊതുവിൽ കേരളം എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയുന്നല്ല, മറിച്ച് മലയാളികൾക്ക് പൊതുവേ പറയുന്നത് ഈ ഹിപ്പോക്രസി എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ എല്ലാറ്റിലും ഉണ്ട് എന്ന് പറയാറുണ്ട്. അത് മലയാളികളുടെ ഒരു കൂടെ നടക്കുന്ന ഒരു സാധനമായി പറയാറുമുണ്ട്. ഹിപ്പോക്രാറ്റുകളും പലപ്പോഴും മലയാളികൾ. പക്ഷേ ഇവിടെ
ഇത് അമ്പലങ്ങളിൽ പോയാൽ അല്ലെങ്കിൽ ഇതൊക്കെ സംഘടിപ്പിച്ചാൽ എന്ത് മോശമായി കാണുന്നവരായിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത് വ്യക്തിപരമാണ്. വിശ്വാസം എന്നത് വ്യക്തിപരമാണ്. ഒരു ഭയഭക്തി ബഹുമാനം നമുക്കുണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്ക് വിശ്വാസവും ആധ്യാത്മികതയും അനിവാര്യമാണ്. ഇവിടെ നാസ്തികമല്ല, ആസ്തികമാണ് പ്രധാനമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മഹൽ വ്യക്തി കൂടിയാണ് ആചാര്യൻ എന്നുള്ളതുകൊണ്ട് ആചാര്യരെ പ്രത്യേകം ഈ ഘട്ടത്തിൽ ഇവിടെ അനുമോദിക്കാൻ ഒരു സംഘാടക സമിതി ഉണ്ടായി എന്നുള്ളതിൽ ഞാൻ പ്രശാന്തിന് പ്രത്യേകിച്ച് പ്രശാന്ത് ഇതിൻ്റെ ഭാഗമാണ്, ഞാൻ അഭിനന്ദിക്കുന്നു. പ്രശാന്ത് ഇനിയും പൂർത്തിയാക്കാൻ ബാക്കിയുള്ള ഒരു ക്ഷേത്രം ഇവിടെ നിൽക്കുകയാണ്, അതും പൂർത്തിയാക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് പ്രശാന്തായതുകൊണ്ട് പൂർത്തിയാകും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. നമുക്കെല്ലാവർക്കും പ്രശാന്തിനെ സഹായിക്കണം എന്നും കൂടി സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് ഇവിടെ ആചാര്യരുടെ മുമ്പിൽ ഞാൻ എല്ലാ സാഷ്ടാംഗ പ്രണാമം നടത്തുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാ ആയുരാരോഗ്യവും ആചാര്യർക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.